താമരവൽക്കരണം താമരയാണല്ലോ നമ്മുടെ ലക്ഷ്മി ദേവിയുടെ. നിങ്ങൾ ഈ അരിവാളും ചുറ്റികയും മറ്റേ ബോംബും ഒക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം. ഈ നാടിന്റെ ദേശീയതയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അപ്പൊ ഈ കൊലപാതകങ്ങളുടെ ചിഹ്നങ്ങൾ കൊണ്ട് നടക്കുന്നവർക്ക്, ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊല്ലുന്നവര്, 52 വെട്ടുവെട്ടുന്നവര്, അവർക്കൊന്നും ഇത് സഹിക്കില്ല. നമ്മളെ നാട് ഇങ്ങനെയാണ്. ഇത് ചൈനയല്ല, കമ്മ്യൂണിസ്റ്റായ കിഴക്കൻ യൂറോപ്പല്ല, ഇന്ത്യയാണ്. അപ്പൊ ഇത് ഇന്ത്യയുടെ പ്രതീകം അങ്ങനെയാണ്. ബി ജെ പിയുടെ അവസ്ഥയല്ല, കാരണം കേരളത്തിന്റെ അവസ്ഥയാണ്. ഇതിപ്പോ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളുകൾക്ക് കറക്റ്റ് 2 വർഷം പൂർത്തിയാക്കുക, ആജീവനാന്ത പെൻഷൻ കൊടുക്കും. ജനങ്ങൾ പെൻഷൻ കിട്ടാതെ, കുടിവെള്ളം കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ ഇവിടെ സർക്കാർ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പാർശ്വവർത്തികൾക്കും ആശ്രിത വത്സരന്മാരും കൊടുക്കുകയാണ്. അപ്പോൾ ഗവൺമെന്റിന്റെ സമീപനം പെൻഷൻ കാര്യത്തിലടക്കം ഇപ്പൊ ലേറ്റസ്റ്റ് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കും. ഭാരതാംബയുമായി ബന്ധപ്പെട്ടിട്ട് RSSന് ഭാരതാംബ ഇല്ലെന്ന് ഞാനൊരു കാര്യം പറയട്ടെ. RSSന് മാത്രമായിട്ട് എന്ത് ഭാരതാംബ? RSSന് മാത്രമായിട്ട് എന്ത് കാവിക്കൊടി? നിങ്ങളിപ്പോ ഈ ശബരിമലക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, കർണാടക, തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന, ബംഗാൾ ഇവിടുന്നൊക്കെ വരുന്ന വണ്ടികൾ കാവിക്കൊടി കെട്ടിയിട്ടാ. അത് RSSന്റെ ആണോ? അപ്പൊ എന്താ കാവിക്കൊടി ഈ രാജ്യത്തിന്റെ പ്രതീകമാണ്. ഈ കാവിയോടുള്ള അലർജി പച്ചയെ കൂടുതൽ കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് സത്യം. അല്ലാതെ കാവിയോടുള്ള അലർജി ഇങ്ങനെയാണെങ്കിൽ അവർക്ക് കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷേ മുസ്ലിം വർഗീയതയെ കൂടുതലായിട്ട് കെട്ടിപ്പുണരാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയിലാണ് കേരളത്തിലെ മുന്നണികൾ. അതാണ് കാവിയോടുള്ള അലർജി. ഈ ആൺസുഹൃത്തിനോട് സംസാരിച്ചു വന്നതിന്റെ പേരിൽ ഒരു പെൺകുട്ടി വിചാരണ ചെയ്യാൻ SDPI പ്രവർത്തകർ മുതിർന്നു. അതേ തുടർന്ന് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വിഷയം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. നടപടി ശക്തമല്ല. ഇത് വല്ല ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിലോ ആയിരുന്നെങ്കിൽ നിങ്ങളിവിടെ LDFും UDFും എന്തെല്ലാം ബഹളം വെക്കുമായിരുന്നു. കണ്ണൂർ ജില്ലയിലും മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഇത് വ്യാപകമാണ്. PFI കേന്ദ്രങ്ങളിൽ ആ PFIക്കാരെ കൂട്ടിയിട്ടല്ലേ ഇപ്പൊ ഈ 2 കൂട്ടരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. PFI ഭീകരത നിരോധനത്തിന് ശേഷവും കേരളത്തിൽ അവസാനിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണത്. പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ല. കുട്ടിയുടെ ഉമ്മയടക്കം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവർ ബന്ധുക്കളാണ്, അത് അവർ പ്രതികളല്ല എന്നുള്ളൊരു. അതെ, ഞാൻ പറഞ്ഞല്ലോ, ബന്ധുക്കളെ ഇങ്ങനെ പിടിപ്പിക്കാൻ പറ്റുമോ? ഒരാള് വാഹനത്തിന്റെ റോഡ് സൈഡിൽ നിന്ന് വർത്താനം പറഞ്ഞതിന്റെ പേരിൽ ആൾക്കൂട്ട വിചാരണ, പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി വിചാരണ, രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി ഒത്തുതീർപ്പാക്കുന്നു എന്നാണ് പറയുന്നത്. എന്താ ഇത്? സദാചാര പോലീസ് മാത്രമല്ല, സദാചാര കോടതി. ഇതാണ് താലിബാൻ എല്ലായിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്.